Institutions and organizations promoting STI. നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസിനെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രൊമോട്ടിംഗ് STI എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് സോർട്ട് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇപ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് പ്രൊമോട്ടിംഗ് STI. ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ മൊത്തത്തിൽ സഹായിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോ പർപ്പസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഫീൽഡിനനുസരിച്ചുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓരോരോ വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉൾപ്പെടുന്ന ഒരു മിനിസ്ട്രി, ഒരു മന്ത്രാലയമുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന്. ആ മിനിസ്ട്രിയാണ് നമ്മളെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ മന്ത്രാലയം, ശാസ്ത്ര സാങ്കേതിക വിദ്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദിയാണ്. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന കുറേ മന്ത്രാലയങ്ങളുണ്ട്, കുറേ മിനിസ്ട്രീസ് ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഭരണത്തിലാണ് ഏത് വരുന്നത്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും വരുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇന്ന് വരെ ഈ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിലെ മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ അതൊന്നും പഠിക്കാനില്ല. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്തെ എല്ലാം കൂടി നിയന്ത്രിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു മന്ത്രാലയമാണ്, മിനിസ്ട്രിയാണ് ഏത് പറയുന്നത്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി ഈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് എന്തൊക്കെ ഉൾപ്പെടുന്നത്? പ്രധാനമായും 5 വകുപ്പുകളാണ് ഉള്ളത്. 5 വകുപ്പുകൾ. ഏതൊക്കെയാണ് 5 വകുപ്പുകൾ? ഒന്ന് DST, എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DST. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി DBT എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. അടുത്തത് DSIR, എന്താണ്? DSIR എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് ഏത്? DSIR. മറ്റൊരു വകുപ്പാണ് ഇത് DAE, എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, ആണവ ഊർജ്ജ വകുപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് സയൻസ്, അതായത് ബഹിരാകാശ വകുപ്പ്. അപ്പോൾ ഏതൊക്കെയാണ്? DST ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, അതുപോലെ DBT എന്താണ്? ബയോടെക്നോളജി വകുപ്പ്, DSIR എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ വകുപ്പ്, അതുപോലെ DAE എന്താണ്? ആണവോർജ്ജ വകുപ്പ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്താണ്? ബഹിരാകാശ വകുപ്പ്. ഈ 5 വകുപ്പുകളും ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി.